നമുക്കിനി അത്തം പുലർന്നതോടെ ഓണവിപണിയിലെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. വസ്ത്രപുഷ്പ വിപണികളിലൊക്കെ വലിയ തിരക്കാണ്. പുത്തൻ ട്രെൻഡുകൾ തേടിയാണ് യുവാക്കൾ ഓണവിപണിയിൽ എത്തുന്നത്. കോഴിക്കോട് മിഠായി തെരുവിലെ സൺഡേ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ഷഹദ് റഹ്മാൻ ചേരുകയാണ്. ഷഹദ്, ഈ SM സ്ട്രീറ്റിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ കടയിലും അടിപൊളി ഓണക്കോടികൾ നമുക്ക് കാണാം. ഏതെടുക്കണം എന്ന കൺഫ്യൂഷൻ ആയിരിക്കും. നമ്മളിങ്ങനെ അന്തം വിട്ട് നിൽക്കും. അത് വേണോ ഇത് വേണോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയാണല്ലേ? തീർച്ചയായിട്ടും വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം അത് ഓണമായാലും പെരുന്നാളായാലും അല്ലെങ്കിൽ ഏത് ആഘോഷങ്ങളായാലും മലയാളിയുടെ ഏത് ആഘോഷമായി കഴിഞ്ഞാലും ആദ്യം എല്ലാവരും ഓടിയെത്തുക കോഴിക്കോട്ടെ മിഠായി തെരുവിലേക്കാണ്. കാരണം മിഠായി തെരുവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ലഭിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചെറിയ വിലയിലാണ് എല്ലാം ലഭിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള എല്ലാവരുടെയും കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള നല്ല നല്ല വസ്ത്രങ്ങൾ കിട്ടും. ഒപ്പം തന്നെ ഈ ചെറിയ കമ്മല്, മാല, അതുപോലെ തന്നെ ഷൂ, മറ്റു സാധനങ്ങളൊക്കെ കിട്ടും. എവിടെ എത്തി? ഷോപ്പിംഗ് ഒക്കെ എവിടെ എത്തി? എന്താ മേടിച്ചെന്താ? ഞങ്ങള് പാന്റ് വാങ്ങി ഓണത്തിനൊക്കെ, പിന്നെ ഓരോ ഐറ്റംസ് ഇങ്ങനെ വാങ്ങി. നല്ല അടിപൊളി എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടി? ചേച്ചി വിലയൊക്കെ എല്ലാത്തിനും വിലയൊക്കെ അധികമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും. പിന്നെ തിരക്കൊണ്ട് നമുക്കൊന്നും സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഉള്ള ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും അല്ലേ? വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. തിരക്ക് കൊണ്ടൊന്നും വാങ്ങാൻ പറ്റുന്നില്ല എന്ന കാര്യമാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ എല്ലാം കാണാം. ചേച്ചി ഷോപ്പിംഗ് ഒക്കെ എടുത്തി? സാധനങ്ങളൊക്കെ മേടിച്ചേ? എന്താ ഓണത്തിന് എന്താ ഇത്തവണ ഡ്രസ്? ബാഗി പാന്റും ടോപ്പും അതാണോ നമ്മളിപ്പോഴത്തെ ട്രെൻഡ്? അപ്പം ട്രെൻഡ് അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള വലിയ തിരക്കാണ് ഇവിടെ വിപണിയിൽ ഒന്നാകെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. SM സ്ട്രീറ്റിലെ അല്ലെങ്കിൽ കോഴിക്കോട്ടെ മിഠായി തെരുവിലെ തിരക്കാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞായറാഴ്ച കൂടിയാണ്. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ മിഠായി തെരുവിനെ സംബന്ധിച്ചിടത്തോളം സൺഡേ മാർക്കറ്റ് അങ്ങനെ സജീവമായിട്ട് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ചേട്ടാ, ഷോപ്പിംഗ് ഒക്കെ എവിടെ എത്തി? ഷോപ്പിംഗ് ഒക്കെ ഉഷാറല്ല, അടിപൊളിയല്ലേ? ഓണം എവിടെ എത്തി? ഗംഭീരമായിട്ടുണ്ട്. ഗംഭീര തിരക്ക്, ക്രൗഡ്. ഓണം ഇവിടെയാണ് കാണുന്നത്. അതെ, എത്തി. ഓണം എത്തി മുട്ടായി അല്ലേ? ഓണം മുട്ടായി തെരുവില് ഇതാ. അപ്പൊ നമുക്ക് കച്ചവടക്കാരാണ്, അതായത് സൺഡേ മാർക്കറ്റിലെ കച്ചവടക്കാരാണ്. വലിയ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. എവിടെ എത്തി കച്ചവടം? ഇപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാല് വിലപിടിപ്പുള്ള ഷർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. മാവേലിന്റെ കൺസെപ്റ്റാണ്. എല്ലാവരും ഒരേമാതിരി സോഷ്യലിസം വളർത്തുക. പണക്കാരനും പണം ഇല്ലാത്തവനും സമൂഹത്തിന് മുന്നിൽ നല്ല ഷർട്ടും പാൻറ്റും ഇട്ട് നടക്കുക, നല്ല റെസ്പെക്ട് വാങ്ങുക. അതാണ് അതിന്റെ കാര്യം. അപ്പം അങ്ങനെ മിഠായി തെരുവിലെത്തി തിരക്ക് കൊണ്ട് സാധനം വാങ്ങുന്നില്ല എന്ന് കരുതിയാൽ പോലും നമ്മളെ മാടി വിളിക്കും അവിടെയുള്ള. നോക്കൂ, ആ ചേട്ടന്മാർ ഈ ആൾക്കാരെ ആകർഷിക്കുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാമെന്ന് തോന്നുന്നു. കാരണം മിഠായി തെരുവിൽ ചെന്നാൽ എല്ലാ കടകളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും അവർ. അതുകൂടി ഒരു വലിയ പ്രത്യേകതയാണ് അവിടുത്തെ. ഒപ്പം വെറൈറ്റി ട്രെൻഡുകൾ എന്തൊക്കെയാണ് എന്നത് കൂടി നമുക്കൊന്ന് നോക്കാം. ഓണത്തിന് എന്താ സ്പെഷ്യൽ? നല്ല ഷർട്ട് കൊടുക്കുക, നല്ല ബ്രാൻഡ് കൊടുക്കുക, ജനങ്ങൾക്ക് ഹാപ്പി ആക്കി കൊടുക്കുക. അത് നമ്മൾ കച്ചവടക്കാരാണ്. നല്ല കച്ചവടം പൊടി പിടിക്കാനും നല്ല ഐറ്റം വാങ്ങാനാണ് ഒരുപാട് ആൾക്കാർ. ഇത്തവണ ആൾക്കാരെ എങ്ങനെ ആകർഷിക്കുന്ന കച്ചവടത്തിന്? ഷർട്ടിന്റെ ബ്രാൻഡ് അനുസരിച്ചാണ്. ബ്രാൻഡ് വാങ്ങാൻ ഒരുപാട് ആൾക്കാർ വരും. നല്ല സാധനം കൊടുത്താൽ ആളുണ്ടാവും, നല്ല സാധനം കൊടുത്തിട്ടില്ല ആളുണ്ടാവില്ല. നല്ല ബ്രാൻഡ് കൊടുത്തോ അവിടെ കച്ചവടം ഉണ്ടാവും, നല്ല തിരക്കുണ്ടാവും. അതാണ്. അപ്പം മിഠായി തെരുവില് മിഠായി നുണയാൻ വേണ്ടിയിട്ടാണ് ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതായത് ഓണത്തിന്റെ മധുരം നുകരുവാൻ വേണ്ടിയിട്ടാണ് ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് വന്നിട്ടുള്ളത്. വലിയ തിരക്കാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ തിരക്കാണ്. ഒരുപക്ഷെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഇത് കൂടാനേ സാധ്യതയുള്ളൂ, കുറയാൻ ഒട്ടും തന്നെ സാധ്യതയില്ല ഇനിയുള്ള ദിവസങ്ങളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഏത് ആഘോഷമായാലും, അത് ഓണമാകട്ടെ പെരുന്നാളാകട്ടെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഷൂവിൻ്റെ കടയിലാണ്, ഷൂവിൻ്റെ കടയുടെ മുന്നിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പുതിയ ട്രെൻഡുകളിലുള്ള, അതായത് യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഷൂ. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത് ഷർട്ടും സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. അപ്പം അവിടെ പറഞ്ഞതുപോലെ ഏറ്റവും പുതിയ ട്രെൻഡ് വസ്ത്രങ്ങൾ, ഏറ്റവും നല്ല ബ്രാൻഡുള്ള വസ്ത്രങ്ങളൊക്കെയാണ് അവിടെ കണ്ടത്. ഇതൊന്നും പോരാ, കുറച്ച് കളർഫുൾ ആക്കണം പരിപാടി എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ നമ്മളെ ഈ ചെറിയ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ PP ഊതാനുള്ള ചേട്ടതൊന്നും എടുത്തോട്ടെ.
അങ്ങനെ എല്ലാ ശരി. പരിപാടിയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സംഭവം. എന്തായാലും കളർഫുൾ ആവും. ഈ ഓണം എന്തായാലും കളർഫുൾ ആക്കാനുള്ള പരിപാടിയാണ് വിനീത. എന്തായാലും ഓണത്തിന്റെ തിരക്ക് ആരംഭിച്ചു കഴിഞ്ഞു. കോഴിക്കോട് മിഠായി തെരുവിലാണ് വലിയ തിരക്ക് അനുഭവം. ഷഹദ, ഏതായാലും മിഠായി തെരുവ് മിസ് ചെയ്യുന്നുണ്ട്. 200-300 രൂപയ്ക്കൊക്കെ നല്ല ടോപ്പുകൾ, 500 രൂപയ്ക്കൊക്കെ നല്ല സാരികൾ, അതൊക്കെയാണ് മിഠായി തെരുവിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഏതായാലും ഷഹദ് പോരുമ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഇങ്ങോട്ടേക്ക് കൊറിയർ ചെയ്തോളൂ. അതിലും മടിയൊന്നും വിചാരിക്കേണ്ട. ഏതായാലും ഓണം കളറാക്കാൻ മിഠായി തെരുവിലേക്ക് ആളുകളുടെ ഒരു ഒഴുക്കാണ്. നമ്മൾ പറഞ്ഞതുപോലെ അവിടെ ഈ കടകളിൽ വിൽക്കുന്ന ആളുകളുടെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനായി ഒരു പ്രത്യേക രീതിയിൽ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. വരൂ, ഇത് കാണുന്നില്ലേ, 10 രൂപയ്ക്ക് നിങ്ങൾ വിചാരിച്ചത് ഇത് 5 രൂപയ്ക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് കേൾക്കാൻ തന്നെ ഒരു രസമാണ്. എന്തെങ്കിലും വാങ്ങിയിട്ടേ നമ്മൾ തിരിച്ചു പോരൂ. അതാണ് മിഠായി തെരുവിൻ്റെ ഒരു ആകർഷണം എന്ന് പറയുന്നത്. അപ്പോൾ കോഴിക്കോട്ടുകാർ മിഠായി തെരുവിലേക്ക് ഒരുങ്ങി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഓണത്തെ വരവേൽക്കാൻ.